അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ മൊഡ്യൂൾ 1 നമുക്ക് എല്ലാവർക്കും അറിയാം. പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ജൂറിസ്പ്രുഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺസെപ്റ്റ്സുകളാണ് നമുക്ക് മൊഡ്യൂൾ 1 വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് 5 മാർക്കിനുള്ള ഒരു മൊഡ്യൂളാണ്. 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് വിശദമായിട്ട് തന്നെ നമ്മളത് പഠിക്കുന്നുണ്ട് മൊഡ്യൂൾ 1. അപ്പോ മൊഡ്യൂൾ 1 ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് പേഴ്സൺ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. പേഴ്സൺ. അപ്പൊ നമ്മൾ മെയിൻലി ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് പേഴ്സൺ, ആരാണ് പേഴ്സൺ, നിയമത്തിലെ പേഴ്സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൈറ്റ്സുകൾ എന്തെല്ലാമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യമായിക്കൊണ്ട് നമുക്കറിയാം, പേഴ്സൺ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്, അല്ലെ? അതായത് നിയമത്തിന്റെ അംഗീകാരമുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, നിയമം അംഗീകരിച്ചിട്ടുള്ള അവകാശങ്ങളും ഡ്യൂട്ടീസും ഒക്കെയുള്ള ഒരു എൻറ്റിറ്റിയെയാണ്, ഒരു സത്വത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ സത്വം ഒന്ന് മനുഷ്യനാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവാം. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പേഴ്സൺ എന്ന് വിചാരിക്കുമ്പോൾ മനുഷ്യരെ മാത്രമാണ്. കാരണം മനുഷ്യർക്കാണല്ലോ, മനുഷ്യരെ നിയമം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. മനുഷ്യർക്ക് പലതരത്തിലുള്ള അവകാശങ്ങളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കടമകളും ഉണ്ട് എന്നുള്ളതും അറിയാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യനെ മാത്രമാണോ ഇവിടെ നിയമം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്? അല്ല, വേറെയും ചില എൻറ്റിറ്റീസിനെയും സത്വത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിയമം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള പേഴ്സണയിൽ നിന്നുമാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാസ്ക് ആണ്. പേഴ്സണ എന്ന് പറഞ്ഞാൽ മാസ്ക്, റെഫർ ടു മാസ്ക് വോൺ ബൈ ആക്ടേഴ്സ് ഇൻ റോമൻ തിയേറ്റർ. പണ്ട് റോമൻ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന ആളുകൾ, അവര് ഓരോ ക്യാരക്ടർ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് മാസ്കുകൾ, മുഖം മൂടികൾ ധരിക്കുമായിരുന്നു, അല്ലെ? ഇപ്പോ സിംഹത്തിന്റെയോ പുലിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള സത്വത്തിന്റെ മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ആ മാസ്ക്, ഇട്ടിരിക്കുന്ന മാസ്ക് ഏതാണോ അതായിരിക്കും ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു മാസ്ക് ഒരു ആക്ടറിന് ഒരു സ്പെസിഫിക് റോള് പ്ലേ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇനാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ നിയമം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എൻറ്റിറ്റിക്ക് ഒരു മാസ്ക് കൊടുക്കുന്നുണ്ട്. ആ മാസ്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ ആ എൻറ്റിറ്റി ആ ഒരു റോളായിരിക്കും എന്ത് ചെയ്യുക, നിർവഹിക്കുക. ഏതുപോലെ പണ്ട് റോമൻ നാടകങ്ങളിൽ അഭിനേതാക്കൾ അവർ ധരിച്ചിരുന്ന മാസ്കിനനുസരിച്ച് കൊണ്ടായിരുന്നു അവരുടെ ക്യാരക്ടർ എന്നതുപോലെ ഇവിടെ നിയമം ചില സത്വങ്ങൾക്ക്, ചില എൻറ്റിറ്റീസിന് ഒരു മാസ്ക് നൽകുന്നുണ്ട്. ആ മാസ്ക് പ്രകാരം അവരെന്ത് ചെയ്യുന്നു, ഇവിടെ അഭിനേതാക്കൾ കളിക്കുന്നത് പോലെ ഇവിടെ നിയമം മാസ്ക് നൽകുന്നത് കൂടി ആ എൻറ്റിറ്റി എന്ത് ചെയ്യുന്നു, ഇവിടെ സമൂഹത്തിൽ ആ മാസ്കിനനുസരിച്ച് കൊണ്ടുള്ള ഒരു റോള് ഇവിടെ പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് നോക്കാം എന്താണ് നാച്ചുറൽ പേഴ്സണാലിറ്റി. നമുക്ക് ഈ പേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഒന്ന് നാച്ചുറൽ പേഴ്സൺ, രണ്ട് ലീഗൽ പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്ന കാര്യം. അപ്പൊ എന്താണ് ഈ നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? നമുക്ക് സംശയമില്ല, നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത് മനുഷ്യനെയാണ്, ഹ്യൂമൻ ബീങ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ലോ. മുമ്പ് പണ്ട് ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യരെല്ലാവരെയും മുമ്പ് പണ്ട് കാലഘട്ടങ്ങളിൽ പേഴ്സൺ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, നിയമത്തിന്റെ അംഗീകാരമുള്ള. നിയമം എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? അവർക്ക് പല അവകാശങ്ങളും കടമകളും ഉള്ളത് കൊണ്ട് തന്നെ നിയമം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അംഗീകാരം നൽകുന്നു. പക്ഷെ പണ്ട് കാലങ്ങളിൽ എല്ലാ മനുഷ്യന്മാരെയും നിയമം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വ്യക്തികളായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പണ്ട് റോമൻ കാലഘട്ടങ്ങളിൽ, റോമൻ സാമ്രാജ്യം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് അടിമകൾ ഉണ്ടായിരുന്നു, സ്ലേവ്സുകൾ ഉണ്ടായിരുന്നു. സ്ലേവ്സിന് ഒരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല, അല്ലെ? അവരെ പലരുടെയും പ്രോപ്പർട്ടി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്, അല്ലെ? ഇപ്പൊ എന്നെ ഒരു വ്യക്തിയുടെ
ഒരു വ്യക്തിയുടെ സ്ലേവ് ആണ് ഞാൻ. ഒരു വ്യക്തിയുടെ സ്ലേവ് ആണ് ഞാൻ. ഐ ആം എ സ്ലേവ്. ഐ ആം എൻ അടിമ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്. ഞാൻ വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്. അല്ലെ? അപ്പോ അതുകൊണ്ട് അപ്പൊ എന്നെ ഒരിക്കലും ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട്, ഒരു വ്യക്തിയായിട്ട് നിയമം അംഗീകരിച്ചിട്ടില്ല. ഐ എം സമ്മൺസ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാറ്റിൽ പോലെയാണ് എന്നെ കണ്ടുകൊണ്ടിരുന്നത്. അല്ലെ? ആ ഒരു അപ്പോ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ മനുഷ്യർക്കും ഇതുണ്ടായിരുന്നോ? പേഴ്സണായിട്ട് അംഗീകാരം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. പണ്ട് കാലഘട്ടങ്ങളിൽ മനുഷ്യന്മാര് പലരുടെയും അടിമകളായിരുന്നു. ഇൻ ടേൺ എന്തായിരുന്നു? അതിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലീഗൽ പേഴ്സൺ, മനുഷ്യന് ലീഗൽ പേഴ്സൺ ആയിട്ട് എല്ലായ്പ്പോഴും അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാനാണ് ഉദ്ദേശിച്ചത്. നമുക്കറിയാം, ഈ ലീഗൽ നാച്ചുറൽ പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യന് പേഴ്സണാലിറ്റി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിട്ട് നിയമം അവൻ അംഗീകരിക്കുന്നത് അവന്റെ ജനനത്തോടു കൂടിയാണ്. എന്നാൽ ചില കേസുകളിൽ നമുക്കറിയാം, നിയമം ജനിക്കാത്ത വ്യക്തികൾക്കും ചില അംഗീകാരങ്ങൾ, റെക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ട്. അതായത് അൺബോൺ ചൈൽഡിനും കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ലോ ഓഫ് പ്രോപ്പർട്ടിയിൽ നമുക്ക് സക്സഷൻ നിയമങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എ ചൈൽഡ് ഇൻ മദേഴ്സ് വൂംബ്, എ ചൈൽഡ് ഇൻ മദേഴ്സ് വൂംബ്, ദാറ്റ്സ് എൻവെൻട്രേ സാമേറെ, അല്ലെ, ഈസ് ട്രീറ്റഡ് ആസ് എ ബോൺ. അല്ലെ, അവരെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്? ജനിച്ചതുപോലെ നമ്മൾ അവരെ കാണുന്നു എന്നുള്ളതാണ്. ഈസ് ട്രീറ്റഡ് ആസ് ബോൺ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഹെറിറ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോ അൺബോൺ ചൈൽഡിന് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിലും നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ടിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയെ, ജനിക്കാത്ത കുട്ടിയെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രോപ്പർട്ടിക്ക് അവകാശിയാക്കുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവകാശങ്ങൾ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ചില നിയമങ്ങൾ, ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനിക്കാത്ത കുട്ടികൾക്കും ഇൻ കേസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സക്സഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്താണ്, ഇവൻ ഇൻ എ ചൈൽഡ് ഇൻ മദേഴ്സ് വൂംബ്, കണ്ടോ, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയെയും നമ്മൾ ഇവിടെ എന്താക്കി ട്രീറ്റ് ചെയ്യുന്നു? ആസ് ബോൺ, ജനിച്ചതുപോലെ കണക്കാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സെസേഷൻ, ഒരു പേഴ്സണാലിറ്റി എപ്പോ അവസാനിക്കും? മരണത്തോടു കൂടി. ഒരു വ്യക്തിയുടെ മരണത്തോടു കൂടി നിയമം അവനെ വ്യക്തിയല്ലാതെ, ഇനി അവന്റെ പ്രേതം വന്നു, നമ്മളറിയാം അല്ലെ, യക്ഷിയായിട്ട് വന്നു, നിയമം അവരെ വ്യക്തിയായിട്ട് കണക്കാക്കുമോ? ഇല്ല. അപ്പോ അയാളുടെ പേഴ്സൺ, അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എന്തോടുകൂടി അവസാനിക്കുന്നു? ഡെത്തോടു കൂടി അവസാനിക്കുന്നു. അപ്പൊ ഡെഡ് ബോഡി ഈസ് നോട്ട് എ പേഴ്സൺ. അല്ലെ? യെസോറോ, അയാൾക്ക് ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റില്ല, അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാ കേസുകളും, അയാൾക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ കോടതിയിലെ എല്ലാ കേസുകളും, എല്ലാ നടപടികളും അയാളുടെ മരണത്തോടു കൂടി അവസാനിക്കും നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, ഈ മരിച്ച ആൾക്ക് ചില അവകാശങ്ങളുണ്ട്. മരിച്ചു പോയാലേ ഡിഫാമേഷൻ, യെസോറോ, അവരെ അപകീർത്തിപ്പെടുത്തുന്നത് തെറ്റാണ്. പിന്നെ അതോടൊപ്പം തന്നെ അവർ എഴുതി വെച്ച അവരുടെ വില്ല്, നമുക്കറിയാം അല്ലെ, വില്ല് ഉണ്ടെങ്കിൽ അത് അയാൾ പറഞ്ഞതുപോലെ തന്നെ നടപ്പിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ അത് നടപ്പിലാക്കാൻ എന്തുണ്ട്? അവകാശമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില റൈറ്റ്സുകൾ ഡെത്തിന്, മരിച്ച ആൾക്കും ചില കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യന്മാരെയും പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള ലീഗൽ കപ്പാസിറ്റിയും ഉണ്ടോ? നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള അധികാരം അതുവഴി ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ നമുക്കറിയാം, എല്ലാ നാച്ചുറൽ പേഴ്സണും ലീഗൽ കപ്പാസിറ്റി ഇല്ല. നമുക്കറിയാം, മൈനർ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, 18 വയസ്സിന് താഴെയുള്ള ആളുകൾ, അതേപോലെ തലക്ക് സ്ഥിരതയില്ലാത്ത ആളുകൾ, നാച്ചുറൽ പേഴ്സൺ ആണെങ്കിലും അവർക്ക് എന്തില്ല? ഇതേപോലെ തന്നെ ഒരു ഫുൾ ലീഗൽ കപ്പാസിറ്റി ഇവർക്ക് നിയമം നൽകുന്നില്ല. അവർ നാച്ചുറൽ പേഴ്സൺ, അവർക്ക് ചില അവകാശങ്ങളും കാര്യങ്ങളുണ്ട്. എന്നാൽ സാധാരണ ലീഗൽ പേഴ്സണുള്ള എല്ലാവിധ അവകാശങ്ങളും ഇവർക്ക് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ കോൺട്രാക്ട് നിയമം എന്ത് ചെയ്യുന്നുണ്ട്? കർക്കശമായി പറയുന്നുണ്ട്, 18 വയസ്സ് അതിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ കപ്പാസിറ്റി ടു കോൺട്രാക്ട്, എന്താ പറയാ, ഇവിടെ നാച്ചുറൽ പേഴ്സൺ ഉണ്ട്. പക്ഷെ അവർക്ക് എന്തുണ്ട്? ചില ക്രൈറ്റീരിയാസ്, ചില എലിജിബിലിറ്റി പറയുന്നുണ്ടെങ്കിൽ അതുള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ കോൺട്രാക്റ്റിലും മറ്റ് കാര്യങ്ങളിലും ഏർപ്പെടാൻ സാധിക്കും. അപ്പൊ നിയമം അനുശാസിക്കുന്ന ക്വാളിഫിക്കേഷനും ഉണ്ടാവണം. നാച്ചുറൽ പേഴ്സൺ ആയാലും മാത്രം പോരാ. അപ്പോ ഇതാണ് നമുക്ക് നാച്ചുറൽ പേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ നമുക്കറിയാം, രണ്ടാമത്തെ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നതാണ് പേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗൽ, അല്ലെങ്കിൽ ജുറിഡിക്കൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. ലീഗൽ പേഴ്സൺ ആരാണ്? ലീഗൽ പേഴ്സൺ. എ ലീഗൽ പേഴ്സൺ ഈസ് എൻ എൻറ്റിറ്റി ദാറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീങ്, ബട്ട് ഈസ് ട്രീറ്റഡ് ആസ് വൺ ബൈ ദ ലീഗൽ സിസ്റ്റം. അപ്പൊ ലീഗൽ പേഴ്സൺ എന്ന് പറയാൻ ആദ്യം തന്നെ മനസ്സിലാക്കുക, അതെന്തല്ല, ഒരു മനുഷ്യനല്ല, മറിച്ച് എന്താണ്?
ഒരാളെ എന്താണ് ഒരു വ്യക്തിയായിട്ട് നിയമം കണക്കാക്കുകയാണ്. മനുഷ്യനല്ല, ബട്ട് എന്താണ് ബട്ട് ഇസ് ട്രീറ്റഡ് ആസ് വൺ ബൈ ദി ലീഗൽ സിസ്റ്റം. അപ്പോൾ ഒരു ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത് മനുഷ്യനല്ല, അല്ലാത്തൊരു വ്യക്തി. ആ വ്യക്തിയെ നിയമം അംഗീകരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ വ്യക്തി ആരാണ് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ദ ലോ ഇൻകോർപ്പറേറ്റ്സ് ദീസ് എൻറ്റിറ്റീസ് ഗിവിംഗ് ദം എ ഡിസ്റ്റിങ് ഐഡന്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇൻഡിവിജ്വൽസ് ഹു മാനേജസ് ദം. നമുക്കറിയാം, ഇവിടെ ഈ വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് ആരാണ്? നിയമമാണ്. ആ വ്യക്തികളെ നിയമം ഉണ്ടാക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുകയും അവരെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അല്ലെ? അപ്പൊ അതാണ് ലീഗൽ പേഴ്സൺ. ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനല്ല, മറിച്ച് എന്താണ്? ഒരു ലീഗൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് മനുഷ്യനല്ലാത്തൊരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവരെ ക്രിയേറ്റ് ചെയ്യുന്നത്? പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ, അതായത് ഇൻഡിവിജ്വൽസിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ നിയമം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ലീഗൽ പേഴ്സൺസിനെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. ഒന്ന് കോർപ്പറേഷൻസ്. കോർപ്പറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പനിയാണ്. അല്ലെ? കമ്പനിയെയാണ് നമ്മൾ പൊതുവെ എന്ത് വിളിക്കുക? കോർപ്പറേഷൻസ് എന്ന് വിളിക്കുക. അപ്പൊ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയാണ്. അല്ലെ? നിയമം രൂപീകരിച്ചിട്ടുള്ള, നിയമം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെ? ദാറ്റ് ക്യാൻ ബി സ്യൂഡ് ഓൺ ഓൺ പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അതിന് എന്ത് ചെയ്യാം? ഇവിടെ കേസ് കൊടുക്കാം, അവർക്കെതിരെ കേസ് കൊടുക്കാം. ബി സ്യൂഡ് എന്ന് പറയുന്നത് അവർക്കെതിരെ കേസ് കൊടുക്കാം. ഈ കമ്പനിക്ക് സ്വന്തമായി പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ സാധിക്കും. അതിനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള കമ്പനിക്കുണ്ട്. അതായത് ഇപ്പൊ കമ്പനി ഒരു സെപ്പറേറ്റ് വ്യക്തിയായിട്ട് മാറി. ആ വ്യക്തി എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം? ഒരു തേർഡ് പാർട്ടിക്കെതിരെ ഈ കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാം. ആർക്കെങ്കിലും കമ്പനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ കമ്പനിക്കെതിരെ പരാതിപ്പെടാം. ബിക്കോസ് അയാൾ എന്താണ്? ഒരു സെപ്പറേറ്റ് വ്യക്തിയാണ്. മാത്രമല്ല ഇയാൾക്ക് എന്ത് ചെയ്യാം? ഈ കമ്പനിയുടെ പേരിൽ സ്വന്തം പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയും ചെയ്യാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് സലോമൻ വേഴ്സസ് സലോമൻ എന്ന് പറയുന്ന കേസ്. അല്ലെ? ഇവിടെ കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും രണ്ടും രണ്ട് ആൾക്കാരാണ്, രണ്ട് വ്യക്തികളാണ് എന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു കേസാണ് സലോമൻ വേഴ്സസ് സലോമൻ എന്ന് പറയുന്ന കേസ്. അല്ലെ? പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നിയമം ലീഗൽ പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് അസ്ക്രൈബ് ചെയ്തിട്ടുള്ള, നൽകിയിട്ടുള്ളത് കമ്പനികൾക്ക് മാത്രമാണ്. വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇതേപോലെ ഇവിടെ ലീഗൽ പേഴ്സൺ ആയിട്ട് നിയമം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിയമം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ദ ആൻസർ ഈസ് ഉണ്ട്. ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്, നിയമം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിയമത്തിന്റെ കണ്ണിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ്. സൊസൈറ്റികളുണ്ട്, ഈവൻ യൂണിവേഴ്സിറ്റി. അല്ലെ? നമ്മുടെ സാധാരണ നമ്മളുടെ MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി പോലും നമുക്ക് എന്താണ് ഇവിടെ ലീഗൽ പേഴ്സൺ ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിന്റെ കണ്ണിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സെപ്പറേറ്റ് വ്യക്തിയായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റിയെ പോലും കാണുന്നത്. പിന്നെ നമുക്കറിയാം ഡയറ്റീസ് ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലതരത്തിലുള്ള. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം നമുക്കറിയാം ഇവിടെ ഡയറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ അമ്പലത്തിലെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയെ പോലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തിയായിട്ട്, നിയമത്തിന്റെ കണ്ണിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ നിയമം റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് നിയമത്തിന്റെ കണ്ണിൽ ജീവിച്ചിരിക്കുന്ന, നിയമം രൂപീകരിച്ചിട്ടുള്ള ഒരു ലീഗൽ പേഴ്സൺ ആണ്. ശബരിമല അയ്യപ്പന്റെ പേരിലാണ് ഇവിടെ പ്രോപ്പർട്ടി. മേ ബി ആ പ്രോപ്പർട്ടിക്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ വ്യക്തികളെ വെച്ചിട്ടുണ്ടെങ്കിലും ആ പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്? അയ്യപ്പന്റെ പേരിലാണ്. അയ്യപ്പനാണ് ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. അയ്യപ്പന്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നേർച്ചയും വഴിപാടുകളും നടത്തുന്നത്. എല്ലാം അയ്യപ്പനുള്ളതാണ്. അല്ലെ? സ്വർണം എല്ലാം അയ്യപ്പനാണ്. പക്ഷെ അത് മാനേജ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് എന്നപ്പോ ഇവൻ ഡയറ്റീസ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? സെപ്പറേറ്റ് വ്യക്തിയായിട്ട്, ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് ഇവിടെ നിയമം കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പേഴ്സൺ എന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തിയറീസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ ലീഗൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ ഈ ലീഗൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തിയറികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഫിക്ഷൻ തിയറിയാണ്. ഫിക്ഷൻ തിയറി എന്നാണ് ഇതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കുക. അപ്പൊ എന്താണ് ഈ ഫിക്ഷൻ തിയറി എന്ന് പറയുന്നത്? ഈ ഫിക്ഷൻ തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഫ്രെഡറിച്ച് കാൾവോൺ സാവിഗ്നി എന്നറിയപ്പെടുന്ന ഒരു ജർമ്മൻ നിയമജ്ഞനാണ്, ജൂറിസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കും. അല്ലെ? അദ്ദേഹം ഈ ലീഗൽ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഫിക്ഷൻ തിയറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് മാത്രമാണ് ഇവിടെ അവകാശങ്ങളും മനസ്സും ഉള്ളത്. അതായത് എങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള വില്ല്, അതോടൊപ്പം തന്നെ അവകാശങ്ങളും ഉള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. അല്ലെ? അതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി, സത്വം ഇവിടെ നിയമം രൂപീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് മാത്രമാണ്? ഒരു ഫിക്ഷണൽ പേഴ്സൺ ആണ്, ഒരു എന്താണ്, ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, സാങ്കല്പിക വ്യക്തിത്വമാണ് എന്ന് ആര് പറയുന്നു? ഇവിടെ സാവിഗ്നി പറയുന്നു. അതായത് മനുഷ്യർക്ക് മാത്രമേ എന്തുള്ളൂ? ഇവിടെ മനസ്സും അതോടൊപ്പം തന്നെ അവകാശങ്ങളും ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും ഇല്ല എന്നാണ്. ഇനി എങ്ങനെ നിങ്ങൾ ഏതെങ്കിലും എൻറ്റിറ്റി, ഏതെങ്കിലും ഏതെങ്കിലും ഒരു സത്വത്തിന് ഇതേപോലുള്ള അവകാശങ്ങളോ മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ആ കൊടുക്കുന്ന വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? അത് നിയമമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ഫിക്ഷണൽ പേഴ്സൺ എന്ന് വിളിക്കാം, ഒരു സാങ്കല്പിക വ്യക്തിത്വം എന്ന് നമുക്ക് അതിനെ വിളിക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലീഗൽ പേഴ്സണെ നിയമം രൂപീകരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നിയമത്തിന്റെ നിയമം ഒരു പ്രത്യേക ഒരു വ്യക്തിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയാ, അത് രാഷ്ട്രത്തിന് മാത്രമേ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റേറ്റിന് മാത്രമേ അങ്ങനെ രൂപീകരിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു പരമാധികാരിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇവിടെ ഒരു 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 ഒരാളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ലീഗൽ പേഴ്സണെ, ഞാൻ ഇപ്പൊ സാബിങ്ങിന്റെ അഭിപ്രായത്തിൽ എന്താണ്? മനുഷ്യർക്ക് മാത്രമേ അവകാശങ്ങളും മനസ്സുമുള്ളൂ, വേറെ ആർക്കും ഇല്ല എന്നുള്ള. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? വേറെ ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും സത്വത്തിനുണ്ടെങ്കിൽ അത് നിയമം നൽകിയ, നിയമം ക്രിയേറ്റ് ചെയ്തത് മൂലമുള്ള അവകാശം മാത്രമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ആരാണ് അങ്ങനെ ഒരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ്? ഇറ്റ് ക്യാൻ ഓൺലി ബി ക്രിയേറ്റഡ് ബൈ ദ വിൽ ഓഫ് ദ സ്റ്റേറ്റ്. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരു പരമാധികാരിക്ക് മാത്രമാണ്, ഒരു രാഷ്ട്രത്തിന് മാത്രമാണ്, അല്ലെ? അല്ലാണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്, ഒരു 10 പേര് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ ലീഗൽ പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതിയെ ലീഗൽ പേഴ്സൺ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതാകുമോ? അതിന് സെപ്പറേറ്റ് വ്യക്തിത്വം ഉണ്ടാകുമോ? അതൊരു വ്യക്തിയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? നിയമം, നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരി തന്നെ എന്ത് ചെയ്യണം? അങ്ങനെ ആ ഒരു പ്രത്യേക ലീഗൽ പേഴ്സണെ രൂപീകരിക്കണം, അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നാണ് സാവിഗ്നി പറയുന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ നിയമം എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഏതെങ്കിലും ഒരു പേഴ്സണെ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അയാളെ ഫിക്ഷൻ എന്നാണ് വിളിക്കുക. നിയമം സാങ്കല്പിക വ്യക്തിത്വം എന്നാണ് പറയുന്നത്. നിയമം മാത്രമേ അങ്ങനെ ഒരു സാമ്പത്തിക ഒരു ഒരു ഫിക്ഷണൽ പേഴ്സണെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ഇവിടെ സാവിഗ്നിയുടെ അഭിപ്രായം. രണ്ടാമത്തെ തിയറിയാണ് കോർപ്പറേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ നാച്ചുറൽ പേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന രണ്ടാമത്തെ തിയറിയാണ്, സോറി, ലീഗൽ പേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ തിയറിയാണ് ദ റിയലിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. റിയലിസ്റ്റ് തിയറി, ഈ തിയറിയെ പ്രൊപ്പൗണ്ട് ചെയ്യുന്നത് ജോഹനസ് ഗീർക്ക് എന്ന് പറയുന്ന ഒരു ജൂറിസ്റ്റാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ തിയറിയെ ലേറ്റർ ബ്രിട്ടീഷ് ലീഗൽ ഹിസ്റ്റോറിയൻ FW മെയ്റ്റ്ലാൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇദ്ദേഹത്തിന്റെ ഈ തിയറി നമ്മുടെ സാവിഗ്നിയുടെ ഫിക്ഷൻ തിയറിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. ഗിർക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിർക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ലീഗൽ പേഴ്സൺ, നിയമത്തിന്റെ കണ്ണിൽ നിയമം രൂപീകരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം ആണ്. അതായത് റിയൽ ആണെന്നാണ് പറയുന്നത്. നമ്മളെ പോലെ തന്നെ ഒരു ലിവിങ് ഓർഗാനിസം ആണ്, ജീവിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നാണ് ഗീർക്കിന്റെ അഭിപ്രായത്തിൽ. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടെ വിത്ത് എ റിയൽ ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ് ദാറ്റ് ദ ലോ സിംപ്ലി റെക്കഗ്നൈസസ് റാദർ ദാൻ ക്രിയേറ്റ്സ്. അതായത് ഇവിടെ ഓൾറെഡി ഉള്ള ഒരു സംഗതിയെ നിയമം അംഗീകരിക്കുകയാണ്, അല്ലാണ്ട് നിയമം പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കുകയല്ല എന്നാണ് ഗിർക്ക് പറയുന്നത്. ഇപ്പൊ ഗിർക്ക് പറയുന്നത് ലിവിങ് പേഴ്സൺ, ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്, നിയമത്തിന്റെ കണ്ണിൽ ജീവിച്ചിരിക്കുന്ന ഈ സാങ്കല്പിക വ്യക്തിത്വം, വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരെ പോലെ തന്നെ ഒരു ലിവിങ് ഓർഗാനിസം ആണ്, അല്ലെ? അത് ഓൾറെഡി നമ്മളെന്താണ്, അത് നമ്മൾ ഉണ്ടാക്കി നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഓർഗാനിസം ആണ്. അതിനെ എന്ത് ചെയ്യാണ്? നിയമം ചുമ്മാ ചുമ്മാ എന്ത് ചെയ്യാണ്? റെക്കഗ്നൈസ് ചെയ്യാണ്, അല്ലാതെ നിയമം ഒരു പുതിയതായിട്ട് ഒരെണ്ണത്തിന് ഉണ്ടാക്കുകയില്ല. ഇവിടെ ഓൾറെഡി ഉള്ള ഒരു സംഗതിയെ എന്താണ്? നിയമം അംഗീകരിക്കുകയാണെന്നാണ് ആര് പറയുന്നത്? ഗിർക്ക് പറയുന്നത്. ഗിർക്കിന്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വ്യക്തികൾ, ഇൻഡിവിജ്വൽസ്, പല പല വ്യക്തികൾ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ എന്താ പറയാ, ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് വിളിക്കും. ഇപ്പൊ ഉദാഹരണം, ഒരു ചർച്ച് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ബിലീവേഴ്സ്, അല്ലെ? ഒരു ഗിൽഡ്, ഒരു ബിസിനസ്, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് കുറെ ആളുകളുടെ ഒരു 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 ഒരു
കൂട്ടത്തെയാണ് നമ്മൾ ഗിൽഡ് എന്ന് വിളിക്കുക. കോർപ്പറേഷൻ ഒരു ഈവൻ കമ്പനി പോലും അങ്ങനെ തന്നെ ആളുകൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ്. അവർ അറിയപ്പെടുന്നതാണ് എന്ത് ഇവിടെ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ദേ ക്രിയേറ്റ് എ സോഷ്യൽ റിയാലിറ്റി. അപ്പൊ അവരുള്ളതാണ് അല്ലെ ഈ എൻറ്റിറ്റി. ഇങ്ങനെ ഇപ്പൊ ഉദാഹരണം 10 ആളുകൾ രൂപീകരിച്ചു കൊണ്ട് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, ആ കൂട്ടായ്മ, ആ കൂട്ടായ്മക്ക് ഇവൻ ദോ 10 പേർക്കും 10 മനസ്സുകളാണ് ഉള്ളത്. 10 പേർക്കും 10 ചിന്താഗതികളാണ്. ഈ 10 പേര് ഒന്നിക്കുന്നതോടുകൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗ്രൂപ്പിന് ഒരു ഗ്രൂപ്പ് വില്ല് ഉണ്ടാവുന്നു അല്ലെ. ജസന്റ് വില്ല് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് വില്ല്, എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ള ഒരു മനസ്സ് അല്ലെ. അതെന്താണ്, മറ്റുള്ള ഇൻഡിവിജ്വൽ മനസ്സുകളിൽ നിന്നും, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള മനസ്സുകളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, ആശയങ്ങളിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു 10 പേർക്ക് 10 ആശയങ്ങളും 10 മനസ്സുകളും ഉണ്ടെങ്കിൽ ഈ 10 പേരും എന്ത് ചെയ്യാണ്, കൂട്ടായ്മയോട് കൂടി ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് ഒരൊറ്റ മനസ്സേ ഉള്ളൂ. അതിനെ നമ്മൾ ഗ്രൂപ്പ് വിൽ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രൂപ്പ് വിൽ എന്ന് വിളിക്കുന്നത്. അപ്പോ ഗിർക്കിന്റെ അഭിപ്രായത്തിൽ ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നിയമത്തിന്റെ ട്രിക്കല്ല, നിയമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയില്ല. ഇറ്റ് ഇസ് റിയൽ, അത് ഓൾറെഡി ഉള്ളതാണ്. ബിക്കോസ് എന്താ പറയാ, അത് സൊസൈറ്റിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഗതിയാണ് എന്ത്, കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺ എന്നുള്ളത്. ആര് പറയുന്നു, ഗിർക്ക് പറയുന്നു എന്നതാണ്. ഗിർക്ക് ഫർദർ ആയിട്ട് പറയുന്നുണ്ട്, എന്താ പറയാ, ഇവിടെ ഒരു ഗ്രൂപ്പിന് ഒരു കളക്റ്റീവ് മൈൻഡാണ് അല്ലെ. ആ ഗ്രൂപ്പിന് ഒരു കളക്റ്റീവ് മൈൻഡാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കുറെ സെല്ലുകളുണ്ട്. ആ കുറെ സെല്ലിന് അവരുടേതായിട്ടുള്ള കോൺഷ്യസ്നസ്, അവരുടേതായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഉണ്ട്. എന്ന് പറയുന്ന പോലെ കോർപ്പറേഷൻ ഈസ് മെയ്ഡ് ഓഫ് പീപ്പിൾ, ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പേഴ്സണാലിറ്റി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഒരു കമ്പനി എന്ന് പറയുന്നതും എന്താണ്, കുറെ ആളുകൾ കൂടിയിട്ടുള്ള ഒരു അസോസിയേഷൻ, ഒരു കൂട്ടായ്മയാണ്. പക്ഷെ ആ കൂട്ടായ്മയ്ക്ക് എന്തുണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, ഗിർക്കിന്റെ അഭിപ്രായത്തിൽ. ഓക്കെ. അപ്പോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, നേരത്തെ നമ്മുടെ ഫിക്ഷൻ തിയറി പറഞ്ഞ സമയത്ത് എന്താ പറയുക, കമ്പനിക്കും കോർപ്പറേഷനും എന്തില്ല, മനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്, മനുഷ്യരെ പോലെ. പക്ഷെ ഗിർക്ക് പറയുന്നത് ഇല്ല, ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു അസോസിയേഷൻ ആളുകൾ രൂപീകരിക്കുമ്പോൾ ആ ആളുകളുടെ, ആ കളക്റ്റീവ് ആയിട്ടുള്ള ആളുകളുടെ വില്ല് ആ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ, ആ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യും എന്നാണ് ഇവിടെ ഗിർക്കിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇവൻ തോ നിങ്ങൾക്ക് 10 100 പേർക്ക് 100 മനസ്സുകളും 100 ആശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ 100 പേര് ഒന്നിക്കുന്ന സമയത്ത് അവിടെ ഒറ്റ മനസ്സ് അല്ലെ, അതിനെ നിയമം അംഗീകരിക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് നിയമം പുതിയതായിട്ട് എന്തില്ല, ഉണ്ടാക്കുകയല്ല എന്നാണ് ഗിർക്കിന്റെ അഭിപ്രായത്തിൽ. മൂന്നാമത്തെ തിയറിയാണ് ബ്രാക്കറ്റ് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സിംബോളിസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിനൗണ്ട് ജർമ്മൻ ജൂറിസ്റ്റ് തന്നെയാണ്, റുഡോൾഫ് വോൺ ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു ജൂറിസ്റ്റ് ആണ്, ഒരു നിയമജ്ഞനാണ്. ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഡോക്ട്രിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇസ് നത്തിങ് മോർ ദാൻ എ മാത്തമാറ്റിക്കൽ ഒരു ലിംഗ്വിസ്റ്റിക് ഷോർട്ട് ഹാൻഡ്. അതായത് ഇതിനെ വിളിക്കുന്ന പേര് ഒരു ബ്രാക്കറ്റ് എന്നാണ് അല്ലെ. ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഇദ്ദേഹം വിളിക്കുന്നത് ഒരു ബ്രാക്കറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. അതായത് ഇവിടെ എന്താ പറയാ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ റിലേഷൻഷിപ്സിനെ സിംപ്ലിഫൈ ചെയ്യുക, ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ബ്രാക്കറ്റ്, അല്ലെങ്കിൽ അതാണ് ലീഗൽ പേഴ്സണാലിറ്റി എന്നാണ്. അപ്പൊ ലീഗൽ പേഴ്സണാലിറ്റി ഒരു ബ്രാക്കറ്റ് ആയിട്ടാണ് ഇവിടെ ആര് കമ്പയർ ചെയ്യുന്നത്, റുഡോൾഫ് വോൺ ഹിയറിംഗ് കമ്പയർ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്നുണ്ട് നാച്ചുറൽ പേഴ്സൺസ് എന്താ പറയുന്നുണ്ട്, മറ്റേ എന്താ പറയാ, മുമ്പ് നാച്ചുറൽ പേഴ്സൺസിന് മാത്രമായിരുന്നു അവകാശങ്ങളും ഡ്യൂട്ടീസും ഉള്ളതെങ്കിൽ എന്താ പറയാ, ഇവിടെ ഹി ബിലീവ് ദാറ്റ് ദ കൺസെപ്റ്റ് ഓഫ് എ കോർപ്പറേഷൻ ഇസ് എസെൻഷ്യലി ട്രാൻസ്പെറന്റ് കവർ. അപ്പൊ അവകാശങ്ങളും ഡ്യൂട്ടീസും എന്താണ് നൽകുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്പെറന്റ് ആക്കുക, അല്ലെങ്കിൽ അത് തെളിഞ്ഞ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ഹിയറിംഗ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാത്തമാറ്റിക്സിൽ നമുക്കറിയാം, ഒരു ഗ്രൂപ്പിന് നമ്മൾ ബ്രാക്കറ്റ്സ് കൊടുക്കാറുണ്ട് അല്ലെ. വി യൂസ് ബ്രാക്കറ്റ്സ് ടു ഗ്രൂപ്പ് ടേംസ് ടുഗെദർ. ഇപ്പൊ ഗ്രൂപ്പ് ടേംസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രാക്കറ്റ്സ് കൊടുക്കാറ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ലൈക്ക് 2 × X + Y + Z. അപ്പൊ എക്സിനും വൈക്കും ഇസഡിനും അല്ലെ, അതിനെ നമ്മൾ ബ്രാക്കറ്റ്സിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്ത്, നമുക്ക് 2X 2Y 2Z എന്ന് ഇടുന്നതിന് പകരം എന്ത് ചെയ്തു, അതിന് മൂന്നിനെങ്കിലും ഒരൊറ്റ ബ്രാക്കറ്റിൽ
ഉൾപ്പെടുത്തുന്നതോടുകൂടി ഈ മൂന്നും എന്ത് ചെയ്യുന്നത്, ഏതിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ടൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നുള്ളത് പോലെ തന്നെ ഇവിടെ ലീഗൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നിയമം ഒരു ബ്രാക്കറ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് ഒരു ബ്രാക്കറ്റ് നൽകാണ്. അല്ലെങ്കിൽ ഉദാഹരണം, ഒരു കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ്, പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയുന്ന ബ്രാക്കറ്റിനകത്ത് അല്ലെ ഉൾപ്പെടുത്തുകയാണ് അല്ലെ. ആൻഡ് കോൾസ് ദാറ്റ് ബ്രാക്കറ്റ് എ കമ്പനി. അത് നമ്മൾ ആ ബ്രാക്കറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കമ്പനി എന്ന് വിളിക്കുന്നു. ഷെയർ ഹോൾഡേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ്, പാർട്ട്നേഴ്സ് അല്ലെ. ഞാൻ എന്താണ് ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ്, പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വിളിക്കുന്നതിന് പകരം മൂന്നിനെയും കൂടി ഒരു ബ്രാക്കറ്റിൽ പെടുത്തിക്കൊണ്ട് ഇവരാണ് ശരിക്കും കമ്പനി, ഇവരെല്ലാവരും ഇവർക്ക് നൽകുന്ന ഒരു ഐഡന്റിറ്റിയാണ് കമ്പനി എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ പറയുന്ന ഇഹറിംഗ് സമർത്ഥിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ റൈറ്റ്സ് ഓൺ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാക്കറ്റ് അല്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയുടെ റൈറ്റ്സ് ഓൺ ചെയ്തിട്ടില്ല. ശരിക്കും റൈറ്റ്സ് ആരാണ് ഓൺ ചെയ്തിട്ടുള്ളത്? ശരിക്കും ഇതിന്റെ ഉള്ളിലുള്ള മനുഷ്യരാണ്. ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ്, പാർട്ണേഴ്സ് ഒക്കെ പറയുന്ന മനുഷ്യർ. ഇവരാണ് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? വെറും ഒരു സിമ്പിൾ മാത്രമാണ്, ഒരു ഐഡന്റിറ്റി മാത്രമാണ്. എന്താണ്? ആക്ച്വൽ മെമ്പേഴ്സിന്റെ താല്പര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് പേഴ്സൺ എന്നുള്ളതാണ് ഇവിടെ ആര് പറയുന്നത്? നമ്മളുടെ ഇഹറിംഗ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോ ഈ തിയറി സജസ്റ്റ് ചെയ്യുന്നുണ്ട് ലീഗൽ പേഴ്സണാലിറ്റി ഇസ് നോട്ട് എ ഫിക്ഷൻ. അതൊരു ഫിക്ഷൻ എന്നല്ല, ഫിക്ഷനുമല്ല, ഒരു റിയാലിറ്റിയുമല്ല, മറിച്ച് എന്താണ്? ഒരു പ്രൊസീജിയറൽ ഡിവൈസ് ആണ് അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആളുകൾ ഇപ്പോ 5000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ 5000 ഷെയർ ഹോൾഡേഴ്സിനെതിരെ പരാതി, ഒരു തേർഡ് പേഴ്സൺ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ 5000 പേർക്കെതിരെയും കേസ് കൊടുക്കേണ്ട കാര്യമില്ല. 5000 പേരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആ ബ്രാക്കറ്റ് ഏതാണ്? കമ്പനിയാണ് അല്ലെ. ABC ലിമിറ്റഡ് എന്നുള്ള ആ 5000 പേര് ഒരു ഒറ്റ ബ്രാക്കറ്റിലിട്ട് ആ ബ്രാക്കറ്റ് അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ABC ലിമിറ്റഡ് എന്നാണെന്നുണ്ടെങ്കിൽ ആ ABC ലിമിറ്റഡിനെതിരെ കേസ് കൊടുക്കുക എന്നാണ്. അപ്പൊ ABC ലിമിറ്റഡിനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെതിരെ കേസ് കൊടുത്തതുപോലെയാണ് 5000 പേർക്കെതിരെ ഒരുമിച്ച് നിങ്ങൾ കേസ് ഫയൽ ചെയ്തതുപോലെ ഇതിനെ കണക്കാക്കാൻ സാധിക്കും. അപ്പൊ ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി നാലാമത്തെ തിയറിയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം, പർപ്പസ് തിയറി എന്ന് പറയുന്നത്. പർപ്പസ് തിയറി, ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്നത് അലോയ്സ് വോൺ ബ്രിൻസ് എന്നറിയപ്പെടുന്ന, ഇത് ഫർദർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് EI ബെക്കർ എന്ന് പറയുന്ന വേറൊരു ജൂറിസ്റ്റ് ആണ് അല്ലെ. അപ്പോ സാധാരണ രീതിയിൽ എന്താ പറയാ, നമ്മൾ മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള 3 തിയറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയറിയാണ് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റുക പർപ്പസ് തിയറി എന്ന് വിളിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ, ഇവിടെ നിയമത്തിന്റെ എന്താ പറയാ, ഇവിടെ വലിയ രീതിയിലുള്ള പ്രോപ്പർട്ടീസും എന്തെങ്കിലും സ്പെസിഫിക് ഗോളിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ സ്പെസിഫിക് ഗോളിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രോപ്പർട്ടീസും അസറ്റ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റ്സും പ്രോപ്പർട്ടീസും ഒക്കെ എന്ത് ചെയ്യാണ്? പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അസറ്റ്സും പ്രോപ്പർട്ടീസും ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടി? ചില സ്പെസിഫിക് ഗോളുണ്ട്. അപ്പൊ ആ സ്പെസിഫിക് ഗോൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്തിട്ടുള്ളത്, അതിനൊരു ലീഗൽ പേഴ്സണാലിറ്റി നൽകുന്നത് എന്ന് പറയുന്നു. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആക്കി തരാം അടുത്ത സ്ലൈഡിൽ. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പർപ്പസ് തിയറിയുടെ ഐഡിയ എന്ന് പറയുന്നത് സബ്ജക്ട്ലെസ് റൈറ്റ്സ് എന്നാണ്. അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് ഡു നോട്ട് നെസസറിലി ഹാവ് ടു ബിലോങ് ടു എ പേഴ്സൺ അല്ലെ. ഡു നോട്ട് ഹാവ് ദ റൈറ്റ്സ് ഡു നോട്ട് നെസസറിലി ഹാവ് ടു ബിലോങ് ടു എ പേഴ്സൺ. അതായത് എന്ത് ചെയ്യണം? നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് റൈറ്റ്സ് അസൈൻ ചെയ്യാൻ പറ്റുന്നത് ഒരു സബ്ജക്റ്റിന് മാത്രമാണ്. സബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റൈറ്റ്സ് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ ബിൻസിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ മറ്റേ റൈറ്റ്സ് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ, അത് നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മറിച്ച് എന്താണ്? റൈറ്റ്സ് ക്യാൻ ബി ബിലോങ് ടു എൻ ഓബ്ജെക്ട്. ഒരു ലക്ഷ്യത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ്സിനെ അസൈൻ ചെയ്യാന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ ഉദാഹരണം ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ the property is owned by the purpose for which it was created. The property is owned by the purpose for which it was created. അതായത് ഇവിടെ പറയുന്ന അനുസരിച്ചിട്ട് റൈറ്റ്സ് ക്യാൻ ബിലോങ്, നമ്മൾ പറഞ്ഞു ഇപ്പൊ ഉദാഹരണം, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കാർ ഉണ്ടെങ്കിൽ, എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ ആ കാറിന്റെ ഉടമസ്ഥൻ എക്സ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ് ഉള്ളത് കൊണ്ടാണ് അല്ല. എക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടല്ലേ
ആ അവകാശം എക്സിന് അസൈൻ ചെയ്യാൻ സാധിച്ചത്, കാറിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആ അവകാശം അസൈൻ ചെയ്യാൻ സാധിച്ചത് എന്ന് പറയുന്നത് പോലെ. അപ്പോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ബ്രിൻസ് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അത് നാച്ചുറൽ ആയിക്കോട്ടെ ആർട്ടിഫിഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമാണ് റൈറ്റ്സ് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു പ്രോപ്പർട്ടി ഇപ്പൊ ഒരു കമ്പനി മറ്റേ അല്ലെങ്കിൽ എന്തോ ഒരു അസറ്റ്സോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അസറ്റ്സിലുള്ള ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവകാശം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നാച്ചുറലോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി വേണമെന്നാണ് ആര് പറയുന്നത്? ബ്രിൻസ് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, റൈറ്റ്സ് ക്യാൻ ബിലോങ് ടു എൻ ഓബ്ജെക്ട്. റൈറ്റ്സ് ക്യാൻ ബിലോങ് ടു എൻ ഓബ്ജെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫണ്ടിനോ പ്രോപ്പർട്ടിക്കോ. ഇപ്പൊ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണം ഇവിടെ കമ്പനിയുടെ കേസ് എടുക്കുക. കമ്പനി എന്ന് പറയുന്നത്, കമ്പനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പർപ്പസ് തിയറി പറയുന്നത് എന്താണ്? ബിൽഡിംഗ് എന്ന് പറയുന്നത് കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ഒബ്ജക്റ്റീവ്സ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് എ ലേബൽ വി സ്റ്റിക്ക് ഓൺ ദാറ്റ് പൈൽ ഓഫ് അസറ്റ്സ് ടു കീപ് ഇറ്റ് ഓർഗനൈസ്ഡ് എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു തിയറി പറയുന്നത്. ഇപ്പോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം. അതായത് ഇപ്പോ എന്റെ കയ്യിൽ ഒരു ബാഗ് ഓഫ് മണി, കുറച്ച് പൈസ എന്റെ കൈവശമുണ്ടെന്ന് വിചാരിക്കും, അല്ലെ? പൈസ എന്ന് പറയുന്ന സംഗതി, ആ പൈസക്ക് അവകാശം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഓൺ ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ എക്സ് ഓൺസ് ഇറ്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അത് ഓൺ ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കും, അല്ലെ? പക്ഷെ നമ്മുടെ പർപ്പസ് തിയറി പറയുന്നത് എന്താണ്? ആ പൈസ തന്നെയാണ് അത് ഓൺ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്ന പർപ്പസ്, ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ആ പൈസ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗോൾ ഫോർ വിച്ച് ദ മണി വാസ് കളക്റ്റഡ് ഈസ് ദ ഓണർ. എന്ത് പർപ്പസിനാണോ നമ്മൾ പണം കളക്ട് ചെയ്തിട്ടുള്ളത്, ആ പർപ്പസ്, ആ ഗോളാണ് എന്ത്? ആ ഒരു പണത്തിന്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ആ ഒരു പണത്തിന്റെ ഉടമസ്ഥൻ ആ പണം തന്നെയാണ്. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ട് ആ പണം രൂപീകരിച്ചിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം നിറവേറുക എന്നുള്ളത് മായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോ ഇവിടെ ഒരു വ്യക്തിയും ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പോ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ നെയിം, ഒരു പേര് മാത്രമാണ്. എന്താ പറയാ, ജസ്റ്റ് ടു ഗീവ് എ പൈൽ ഓഫ് പ്രോപ്പർട്ടി, അല്ലെ? നമ്മൾ ഒരു സ്പെസിഫിക് മിഷന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു അസറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ ഒരു പേര് നൽകുക എന്നുള്ള ലക്ഷ്യമല്ലാതെ, ഞാൻ പറഞ്ഞതുപോലെ പർപ്പസ് തിയറി പറയുന്നത് എന്താണ്? ഒരു ഗോളാണ്. ആ ഗോളിന് വേണ്ടിയിട്ടാണ് ഈ പണം രൂപീകരിച്ചത്. അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗോളിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് പർപ്പസ് തിയറിക്കകത്ത് എന്താ പറയുക, അങ്ങനെ ഒരു ലീഗൽ പേഴ്സൺ രൂപീകരിക്കേണ്ടത് പോലും ഇല്ല. കാരണം നമ്മൾ എന്ത് പർപ്പസാണ്, ഇപ്പൊ കമ്പനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, ഇവിടെ അടുത്ത ഒബ്ജക്റ്റ് എന്താണ്? കച്ചവടം ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആ ബിസിനസിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? ആ ബിസിനസിന്റെ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന ആരാണ്? ഒരു വ്യക്തിയാണ്. നമ്മൾ നിയമത്തിൽ ലീഗൽ പേഴ്സൺ എന്ന് പറയും. അപ്പൊ ലീഗൽ പേഴ്സൺ വേണ്ട എന്നാണ് ആര് പറയുന്നത്? പർപ്പസ് തിയറി പറയുന്നത്, അല്ലെ? അപ്പൊ പർപ്പസ് തിയറി പറഞ്ഞനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റേ എന്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു കമ്പനി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ ആരാണ്? ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യമാണ്, അതിന്റെ പർപ്പസ് ആണ്. അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ ഒബ്ജക്റ്റീവ്സ്, കുറെ ലക്ഷ്യങ്ങളുണ്ട്. കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുക, ആ ലക്ഷ്യങ്ങളാണ് ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ പറയുന്നത് എന്താണ്? പേഴ്സൺ തന്നെയാണ് എന്താ ആ ഇതിന്റെ ഉടമസ്ഥൻ എന്നുള്ള രീതിയിൽ, അല്ലെ? സോനോ. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ കാണണമെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഓക്കെ.